ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നത് നമ്മുടെ ഗിയർ ലിവർ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത തോന്നും, എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് നമ്മുടെ ഈ വീഡിയോയുടെ കണ്ടൻറ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചതും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോയിൽ ഒരുപാട് പേര് വിമർശനത്തോടെ പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാമോ? അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ചെയ്യുന്നതായിട്ട് കാണിച്ചു. പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ പറഞ്ഞത്, അങ്ങനെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സ് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് കഴിയുമോ? ഇതിനുള്ള ഒരു ഉത്തരവെന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് കഴിയും, എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഒരിക്കലും ഇടാൻ പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത വണ്ടി എടുക്കുകയാണ്. നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ റണ്ണിങ്ങിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് കഴിയുമോ? ഇതിനുള്ള ഒരു ഉത്തരം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് റണ്ണിങ്ങിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ വണ്ടി ഓടിപ്പോകുന്ന അവസരങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാനായിട്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതായത് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ വാഹനവുമായിട്ട് ഞാനൊരു സെക്കൻഡ് ഗിയറിലാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 20 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ വണ്ടി മൂവ് ആകുന്നത്. ഞാനിതേ വണ്ടിക്ക് ആക്സിലേഷൻ കൊടുത്ത് നല്ല രീതിയിലുള്ള മൂവ് ആക്കുന്നു. ഏകദേശം ഒരു 35-40 കിലോമീറ്റർ വേഗതയിൽ ഞാനിത് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ 40 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പോവുകയാണ്. വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഒരു 50 കിലോമീറ്റർ വേഗതയിൽ ഞാൻ ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോകുന്ന അവസരങ്ങളിൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് 5th-ലോ 4th-ലോ പോകുന്ന സമയമല്ല, വണ്ടിയുടെ വേഗത കൂടി പോകുന്ന ടൈമിൽ ചില ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്ന് അറിയാതെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും, മറ്റൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് അറിയാതെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടും. ഇങ്ങനെ ഇടുന്ന സിറ്റുവേഷനിൽ നിങ്ങളൊക്കെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ ഇത് നിങ്ങൾക്ക് ഉണ്ടാവും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? വണ്ടിയുടെ വേഗത വളരെ സ്പീഡിൽ പോവുകയാണ്. ആ ഒരു ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്കുള്ളിൽ, അതായത് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ വാഹനത്തിൻ്റെ ഉള്ളിൽ വരികയും അത് വണ്ടിക്ക് അകത്ത് സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകാനും ഒപ്പം ഗിയർ ബോക്സിനും കംപ്ലൈൻറ്റ് ഉണ്ടാകും. അതായത് ഇപ്പോൾ ഇങ്ങനെ നല്ല സ്പീഡിൽ പോകുന്നു. ഞാനൊരു ഉദാഹരണം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വണ്ടിയുടെ വേഗത ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ഞാനത് കാണിക്കാം. പെട്ടെന്ന് ഞാനിവിടെ ഫസ്റ്റ് അങ്ങ് കൊടുക്കുകയാണ്. ഇതേ ഇങ്ങനെ കൊടുത്തു, കാലെടുത്തു, ദേ വണ്ടി കണ്ടില്ലേ, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥ വന്നു. ഈ ഒരു ടൈമിൽ ഞാനിത് 1-2 തവണ ഇങ്ങനെ മുന്നോട്ട് വന്നു. അപ്പോൾ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ നെറ്റ് ചെയ്യുന്ന സ്റ്റിയറിങ്ങിലിടിക്കും. കൂടെ യാത്ര ചെയ്യുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്കും അപകടം ഉണ്ടാകും. നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിനും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാരണവശാലും റണ്ണിങ്ങിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് പാടില്ല. പ്രത്യേകിച്ചും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് ഇത് പല സാഹചര്യങ്ങളിലും സംഭവിക്കുന്നതാണ്. അപ്പം നിങ്ങളിത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇനി എപ്പോഴാണ് നമ്മൾ റണ്ണിങ്ങിൽ വണ്ടിക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ഡ്രൈവർമാർ ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ് റണ്ണിങ്ങിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്. റണ്ണിങ് എന്ന് ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ വീലിൻ്റെ കറക്കത്തെ നിലനിർത്തിക്കൊണ്ട്, അതായത് വീലിൻ്റെ കറക്കം വളരെ സ്പീഡിൽ കറങ്ങണമെന്നല്ല അതിനർത്ഥം. വീലിൻ്റെ കറക്കത്തെ ചെറുതായിട്ട് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഒരു വണ്ടി ഓടിച്ചു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും വരും. ഇപ്പം ഞാൻ അതിന് നിങ്ങളെ ഉദാഹരണം കാണിക്കും. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് തേർഡിലേക്ക് ഇടുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു, 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇനി താഴോട്ട് അതിന് പറ്റിയ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അല്ല, അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വരെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരും. ഇപ്പം ഞാനിങ്ങനെ 4th-ൽ പോകുന്നു, വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് 5th-ലേക്ക് ഞാൻ കൊടുക്കുകയാണ്. 5ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ചെറിയൊരു ഇറക്കം കൂടിയ റോഡ് വളവുണ്ട്, ഒത്തിരി വളവൊന്നുമല്ല, ചെറിയൊരു വളവാണ്. ഇനി ഇവിടെ വീണ്ടും ഒരു വളവ് വരുന്നു. ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് 4th-ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, വീണ്ടും 3rd-ലേക്ക് ഇടുന്നു. നല്ലൊരു വളവാണ്. 3rd ഗിയറിൽ ജസ്റ്റ് ബ്രേക്ക് താങ്ങി നമുക്കത് ഇത്തരത്തിൽ ഇങ്ങനെ വളവ് തിരിഞ്ഞു പോകാം. ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന
സാഹചര്യങ്ങളിൽ നമുക്കിവിടെ റൈറ്റ് ടേൺ എടുക്കണം, റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ റൈറ്റ് ടേൺ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് തന്നെ ജസ്റ്റ് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഇങ്ങനെ വേണേൽ റണ്ണിങ് നിലനിർത്തിയെടുക്കാം. ഇങ്ങനെ റണ്ണിങ് നിലനിർത്തിയെടുക്കാം. ഇനി അതിന് പകരമായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ വേഗത തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ 3-ൽ പോകുന്നു, വീണ്ടും ഞാനിങ്ങനെ 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പം 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഇപ്പം ഞാനൊരു സാഹചര്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നില്ല, ഒരു സാഹചര്യം പറഞ്ഞു തരാം. നമ്മളിങ്ങനെ 4th പോവുകയാണ്. 4th പോകുന്നു, മുന്നിലൊരു വണ്ടി പോകുന്നു. മുന്നിലെ വണ്ടിയുടെ വേഗത തീർത്തും അങ്ങ് കുറഞ്ഞു. ഒരു ട്രാഫിക് പോലെയുള്ള ഒരു സാഹചര്യം വന്നു. അപ്പം മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗത കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഗിയർ നമ്മൾ ഡൗൺ ചെയ്ത് 3ലേക്ക് ഇടും. 4th 3ലിടും. വീണ്ടും മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗത കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തീർത്തും സ്ലോ ആക്കാനായിട്ട് 2nd ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഒരു ട്രാഫിക്കൊക്കെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ പോകേണ്ട സാഹചര്യം, അത്യാവശ്യം സ്പീഡ് വേണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് 2nd പോകാം. അപ്പം ഇതിലും തീർത്തും വണ്ടിയുടെ വേഗത കുറയുകയാണ്. മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗത കുറഞ്ഞു. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ പതുക്കെ പോകണം. ഇപ്പം വണ്ടി ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ റണ്ണിങ് നിലനിർത്തി 1st ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറവാണ്. നിങ്ങൾ നോക്കുക, അനങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളിൽ ട്രാഫിക്കിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ചവിട്ടി നിർത്തിയിട്ടാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് 2nd പോകുന്നത്, ഇങ്ങനെ ചവിട്ടി നിർത്തിയിട്ട് ഫസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ചെറിയ അനക്കം ഉണ്ടെങ്കിൽ നമ്മൾ 2nd ഗിയറിലാണെങ്കിലും പെട്ടെന്ന് ക്ലച്ച് താങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ബ്രേക്കേ വന്നിട്ട് വണ്ടിയുടെ വേഗത തീർത്തും കുറയുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കുക, ബ്രേക്കേ വന്ന് വണ്ടിയുടെ വേഗത തീർത്തും കുറയുകയാണ്. എന്നാൽ വണ്ടി റൺ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ചെറിയ റണ്ണിങ് നിലനിർത്തിയിട്ട് ജസ്റ്റ് ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മളിത് ഫസ്റ്റ് ഗിയർ കൊടുക്കും, ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ഈ റണ്ണിങ് നിലനിർത്തി ഇങ്ങനെ പോകും. ഇത് ഒട്ടുമിക്ക സാഹചര്യങ്ങളിൽ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇട്ടെന്ന് കരുതി ഒരു കാരണവശാലും നമ്മളുടെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരത്തില്ല. കാരണം അത്രയധികം വണ്ടിയുടെ റണ്ണിങ് സ്ലോ ആകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്. ഞാൻ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ ഒരുപാട് തവണ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേക ഒരു ട്രാഫിക്കിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് ഒരു നല്ല മൂവ്മെൻറ്റിൽ പോകുന്നു, ഒരു ജംഗ്ഷനിൽ നിന്ന് മറ്റൊരു ജംഗ്ഷനിലേക്ക് നമുക്ക് റൈറ്റോ ലെഫ്റ്റോ ടേൺ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. നമ്മളൊരു 3rd ഗിയർ ആവറേജ് സ്പീഡിൽ വരികയാണ്, നമുക്ക് ഒരു ടേൺ എടുക്കേണ്ട സാഹചര്യം വരുന്നു. മറ്റൊരു വണ്ടിയൊന്നും ഒരു സൈഡിൽ നിന്നും വരുന്നില്ല, നമുക്ക് കയറിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ 3rd ഗിയറിലാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടേൺ എടുക്കുക. ഇപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ 3rd ഗിയർ വരികയാണ്, എനിക്കിത് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കണം. റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, ഇതേ റണ്ണിങ് നിലനിർത്തി 3rd നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇതേ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ്. അപ്പം റണ്ണിങ് നിലനിർത്തിയാണ് ഞാനിവിടെ കൊടുത്തത്. നിങ്ങൾ നോക്കിക്കേ, അതിനുശേഷം നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് ടേൺ എടുക്കുന്നു, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി ഇവിടെ വന്നിട്ട് ചവിട്ടി നിർത്തിയിട്ടാണോ, ഇവിടെ വന്ന് നമ്മൾ ചവിട്ടി നിർത്തിയിട്ട് കയറേണ്ടതായിട്ടില്ല. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് വരണം, നമ്മൾ റണ്ണിങ്ങിൽ ഇങ്ങനെ വരുന്നു, റണ്ണിങ്ങിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് വണ്ടി ചവിട്ടി ഇങ്ങനെ നിർത്തിയിട്ട് പതുക്കെ ഫസ്റ്റ് കൊടുത്ത് കയറേണ്ടതായിട്ടില്ല. ആ ചെറിയ റണ്ണിങ് നിലനിർത്തിയിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു പോയിന്റ് പറഞ്ഞു തന്നത്. പക്ഷെങ്കിൽ പല ആൾക്കാർക്കും അത് മനസ്സിലായില്ല. പലരും ചിന്തിച്ചത് വണ്ടിയുടെ റണ്ണിങ് വളരെ വേഗത്തിൽ നിൽക്കുന്നു, ആ ഒരു സമയത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് പലർക്കും വന്നത്. എന്നാൽ അങ്ങനെയല്ല, വണ്ടിയുടെ റണ്ണിങ്, ആ ടയറിൻ്റെ ആ ചെറിയ റണ്ണിങ് നിലനിർത്തിക്കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് പഠിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡ്രൈവിങ്ങിന് കുറേ കൂടെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവിങ്ങിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ചില സാഹചര്യങ്ങളിൽ എന്നാൽ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ മുന്നിൽ പോകുന്നൊരു വണ്ടി നമ്മൾ ട്രാഫിക്കിൽ പോകുന്നു, സഡൻ ബ്രേക്ക് ചെയ്തു, പെട്ടെന്ന് ചവിട്ടി നിർത്തി, നമ്മളും ഏകദേശം അടുത്ത് ചേർന്നാണ് പോകുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തേണ്ടതായിട്ട് വരും. ചവിട്ടി നിർത്തിയിട്ട് നമുക്ക് അടുത്തൊരു ഗിയറിലേക്ക് ഇട്ടിട്ട് പതുക്കെ ക്ലച്ച് എന്ന് അയച്ച് ആക്സിലേഷൻ കൊടുത്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പം നല്ല വേഗത്തിൽ പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും ഫസ്റ്റ് ഗിയർ കൊടുക്കരുത്. എന്നാൽ വണ്ടി ഒരു ട്രാഫിക്കിലൊക്കെ പോകുന്നു, അല്ലെങ്കിൽ ഒരു ജംഗ്ഷനൊക്കെ ടേൺ എടുക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് കയറി പോകാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്, മറ്റ് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. ആ ഒരു ടൈമിൽ നമ്മുടെ വണ്ടിയുടെ ജസ്റ്റ് റണ്ണിങ് ഏത് ഗിയറിലാണെങ്കിലും, ഇപ്പോൾ 4th 3rd ഏത് ഗിയറിലാണെങ്കിലും ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് ചെറിയ റണ്ണിങ് നിലനിർത്തി പതുക്കെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നമുക്ക് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇവിടെ നമ്മളൊരു ജംഗ്ഷൻ വന്നു, റണ്ണിങ് നിലനിർത്തിയാണ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടത്. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ
നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി വീഡിയോ ഒന്ന് കാണുക. അതെനിക്ക് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ്. ഞാൻ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.